ആലത്തൂർ നിയോജക മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ടി.എം. ശശിയുടെ പ്രചരണാർത്ഥം എൽഡിവൈഎഫ് നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്ന ഈ കാലത്ത് ഒരുമയുടെ സ്നേഹ സംസ്കാരങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെ വിത്ത് മുളപ്പിക്കാൻ ഇറങ്ങിയവർക്ക് ശക്തമായ കിഴക്കഞ്ചേരി, വണ്ടാഴി, മേലാർകോട് പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് റാലി സംഘടിപ്പിച്ചത്. 200ഓളം ബൈക്കുകളിലായാണ് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നത്. കിഴക്കഞ്ചേരി സ്കൂൾ പരിസരത്ത് നിന്ന് തിരഞ്ഞെടുപ്പ് റാലി ആരംഭിച്ചു. മമ്പാട്, ചെറുകുന്നം, പറശ്ശേരി, മംഗലം, മുടപ്പല്ലൂർ, കോട്ടക്കുളം, ഫോറസ്റ്റ് എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ചിറ്റിലഞ്ചേരിയിൽ സമാപിച്ചു. സ്ഥാനാർത്ഥി ടി.എം. ശശി നന്ദി പറഞ്ഞു. വിദ്യാഭ്യാസ മേഖല ഈ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകയായി മാറിയത് ഈ 10 കൊല്ലത്തിലാണ്. ആരോഗ്യ മേഖല സമാനതകളില്ലാത്ത മുന്നേറ്റം കൈവരിച്ചത് ഈ 10 കൊല്ലത്തിലാണ്. ഈ 10 കൊല്ലത്തിലാണ് 31 ലക്ഷം പേർക്ക് 600 രൂപ വെച്ചാണ് പെൻഷൻ കൊടുത്തതെങ്കിൽ അതും 1.5 വർഷം മുടക്കിയതാണെങ്കിൽ ഇപ്പോഴത്തെ 10 വർഷമായി ഒരു തവണ പോലും മുടക്കാതെ 2000 രൂപ വെച്ച് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുടങ്ങിപ്പോയ ഗെയിൻ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കി, മുടങ്ങിപ്പോയ ദേശീയപാത വികസനം പൂർത്തിയായി, നടക്കാതിരുന്ന ജലമെട്രോ പൂർത്തിയായി, നടക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പൂർത്തിയായി എന്ന് വേണ്ട കേരളമെന്ന് സമാനതകളില്ലാത്ത നേട്ടമാണ് കൈവരിച്ചത്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതിന് തുടർച്ചയുണ്ടാവണമെങ്കിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ആലത്തൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എന്നെ അറിഞ്ഞിരിക്കും, അറിയാത്തവരുമുണ്ടാവും. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി CPIM-ന്റെയും DYFI-ന്റെയും എല്ലാം ഭാഗമായി ഞാൻ ഈ ജില്ലയിലുണ്ട്. കഴിഞ്ഞ 10-15 കൊല്ലമായി പ്രധാന പ്രവർത്തകരുടെ ആളായി ഞാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുവെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നമാണ് ഏറ്റവും ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. UTV ന്യൂസ്, പാലക്കാട്.